ഞാനിങ്ങനെ ആലോചിക്കണായിരുന്നു ഈ ബാല എന്ന് പറയുന്നത് എന്ത് മനുഷ്യനാണ്. അങ്ങേരുടെ മകളോ അല്ലെങ്കിൽ അങ്ങേരുടെ ഇപ്പൊ മുൻ ഭാര്യയായിരുന്നു ഈ അമൃത എന്ന് പറയുന്ന അവരോ മര്യാദക്ക് ജീവിച്ചു പോണേൽ ഇങ്ങേർക്ക് വല്ല വിഷമം ഉണ്ടാകുന്ന എനിക്ക് ചിലപ്പോൾ പലപ്പോഴും തോന്നിപ്പോണാണ്. കാര്യം ഈ പുള്ളി വന്നിട്ട് ഈ ഓരോ ഇന്റർവ്യൂവിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും എത്രത്തോളം അവരെ എഫക്ട് ചെയ്യുമെന്ന് ചിന്തിക്കാനായിട്ടുള്ള ബോധം പോലും പുള്ളിക്ക് ഇല്ലേ. ഇപ്പൊ അന്ന് പുള്ളിക്കാരന്റെ ബർത്ത്ഡേയുടെ സംബന്ധിച്ച് ഇവര് പ്രസ് മീറ്റ് പോലത്തെ ഒരു സംഭവം വിളിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് പുള്ളി വന്നിട്ട് മറ്റേ അമൃതേനെ പറ്റി എന്തൊക്കെയോ 2 പേര് 3 പേരുണ്ട്, അവർ 3 പേരെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ട് അവസാനം അതുകൊണ്ട് ഞാൻ ഫ്രീസായി പോയി എന്നിട്ട് പോയി എന്നൊക്കെ അവിടെ ഇവിടെയും തൊടാണ്ടൊക്കെ എന്തോ മുക്കുമൂലയൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് അങ്ങ് പോയി. പുള്ളി പബ്ലിക്കിനോട് വന്ന് പറഞ്ഞിട്ട് പോയി. അവസാനം പബ്ലിക്കിനകത്തുള്ള ഓരോ ചാനലുകളും ഓരോന്നൊക്കെ ചിന്തിച്ച് കൂട്ടി ഒരു വലിയൊരു സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി മെനഞ്ഞ ഒരു വീഡിയോകളൊക്കെ ആയിട്ട് പല പല വീഡിയോകൾ ഇറക്കിയായിരുന്നു. അപ്പൊ ഇങ്ങേര് ഇത് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങേരെ മുൻ ഭാര്യയായിട്ടുള്ള ഈ അമൃത എന്ന് പറഞ്ഞാൽ അവരെ കാര്യവും ചിന്തിക്കേണ്ട. നിങ്ങൾക്കൊരു മകളില്ലേ, ആ മകളുടെ കാര്യമെങ്കിലും നിങ്ങൾ ചിന്തിച്ചൂടെ? അവർ എത്രത്തോളം അവർ ഈ വലുതാവുമ്പോഴും ഈ ഒരു സാധനമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞത് ഇവിടെ തന്നെ കിടക്കും. അപ്പോൾ ഓരോരുത്തരും അത് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. ഇപ്പം എന്നെ പോലുള്ളവരാണെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പം ഓരോരുത്തരും അവരവരുടെ സൈഡ് പറഞ്ഞിട്ട് ഇടും. അപ്പം ഈ ഇടുമ്പോഴത്തേക്കും ഈ നിങ്ങളുടെ മകൾ വലുതായി കഴിയുമ്പോഴും ഈ സാധനമൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണും. അപ്പോഴും ഇങ്ങനെ ഈ മകളുടെ കൂട്ടുകാരന്മാരൊക്കെ ഇത് വെച്ചിട്ട് അവരെ കളിയാക്കുന്ന, അതായത് നിങ്ങൾ എന്തിനാണ് അതിനൊക്കെ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കണത്? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെന്ന് പറഞ്ഞാൽ ലീഗലി ഡിവോഴ്സ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗലായിട്ട് പോകാമല്ലോ. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് നിങ്ങൾ ഈ ഒരുമാതിരി സോഷ്യൽ മീഡിയ കിടന്ന് ഒരു ഇപ്പം നമുക്ക് ബാലയുടെ ഇപ്പം പുള്ളി വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് കേട്ടു. എനിക്കറിയാവുന്ന മലയാളത്തിൽ തന്നെ ഞാൻ ചോദിക്കാം. ബാല ചെയ്യുന്നത് തെറ്റ്, അങ്ങനെ വെക്കാം. സാർ, ഹൈക്കോർട്ടുക്ക് വിലല്ല, തീർച്ചയായിട്ടും സുപ്രീം കോർட்டுக்கு விலை இல்லை. அப்போ அவர் கொடுத்துருக்க ஆர்டருக்கு விலை இல்லை. அவர் எல்லாரும் மண்டமாரா? என்ன நியமம் என்ன? எல்லா மாசமும் செகண்ட் சாட்டர்டே நான் കാണണം, കുട്ടിയെ കാണണം. ആമാ, കാണിച്ചിരിക്കണം. ഓർഡർ, നിയമം, ഓർഡർ. ஒரு வருஷத்துல விஷு இருந்தாலும் ஓணம் இருந்தாலும் தீபாவளி ஆயிரும். ஏன்னா தீபாவளி எங்களுக்கு தமிழ்நாட்டில் எல்லாரும் நியூ இயர், கிறிஸ்மஸ், கிறிஸ்மஸ் என்ற கூட ഉണ്ടായിരിക്കണം. ഒന്നും വേണ്ട സാർ, ഇറങ്ങാനടുത്ത് ഇത് സ്ട്രേറ്റ് ഓപ്പോസിറ്റ് വീട്ടിൽ അവർക്കും സെപ്പറേറ്റഡ് ആണ്. നല്ല കുടുംബം, അവരെക്കുറിച്ച് പറയാൻ എനിക്ക് അറിയതല്ല. പക്ഷെ എന്തായാലും 2 മകൾ ഇവിടെ വന്ന് എനിക്ക് കേക്കെല്ലാം കൊടുത്താங்க. അത് അദ്ദേഹത്തിൻ്റെ അവകാശം. எனக்கு மட்டும் அந்த அவகாசம் இல்லை இந்த பூமியில்? நான் என்ன பாவம் பண்ணேன்? அப்போ ஹைகோர்ட் ஆர்டர் மோசமா തെറ്റാണോ? ഓർഡർ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യവും ഭിക്ഷ തന്നെയാണ് സാർ, ഓപ്പണാ சொல்கிறேன். എനിക്ക് നാണക്കേടില്ല. ഒരു പ്രാവശ്യം കോണ്ടാക്ട് ചെയ്ത് കാണട്ടെ. ഞാൻ അന്നത്തെ ദിവസം വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഫോൺ കോൾ, പാപ്പുവിൻ്റെ പിറന്നാൾ, പാപ്പു പറയുന്നു ഹാപ്പി ബർത്ത്ഡേ അപ്പ. ഇതിൽ എന്നാ സാർ കുറഞ്ഞു പോകുന്നത്? ഓക്കെ, അപ്പൊ ഇവിടെ ബാല പറയണതെന്ന് പറഞ്ഞാൽ ബാലയുടെ മകള് ഇപ്പൊ ക്രിസ്മസിന് കാണാൻ വന്നില്ല, വിഷുവിന് കാണാൻ വന്നില്ല, ഓണത്തിന് കാണാൻ വന്നില്ല, അങ്ങനത്തെ കേസിനാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ ഈ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ബാല പറയുന്നതിന് നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ നോക്കണമെങ്കിൽ ഓക്കെ. ഇപ്പൊ ബാലയുടെ മകള് സ്വന്തം മകളാണ്. അപ്പൊ സ്വന്തം മകള് ബാലേന്റെ അച്ഛനായിട്ടുള്ള ബാലേനെ കാണാൻ വന്നില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും അയാൾക്ക് സങ്കടം ഉണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങൾ ലീഗലി ഡിവോഴ്സ്ഡ് ആവുന്ന ഒരു സമയത്ത് നിങ്ങൾ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പലപ്പോഴും മറന്നു പോയിട്ടാണ് നിങ്ങൾ വന്നിരുന്നിട്ട് ഈ ഇന്റർവ്യൂവിനകത്ത് ഇരുന്നിട്ട് ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ ക്രിസ്മസിന് കാണാം, വിഷുവിന് കാണാം, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ലീഗലി ഇല്ല എന്നാണ് ഈ അമൃതയുടെ സൈഡിനകത്ത് പറയുന്നത്. ഇപ്പം പുള്ളി പറഞ്ഞല്ല, സെക്കൻഡ് സാറ്റർഡേകൾ കാണും, അതായത് മകളെ സെക്കൻഡ് സാറ്റർഡേ കാണാമെന്നുള്ള ആ ഒരു സംഭവം ഉണ്ട്. പക്ഷേ ഈ ക്രിസ്മസിന് കാണാം, വിഷുവിന് കാണാം, ആ പരിപാടിയൊന്നും ഇല്ല എന്നാണ് പുള്ളി ഈ ലീഗലി വന്നേക്കണം. ഈ ലീഗലി ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഈ ഇമോഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങളും കൂടെ കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് ഇവിടെ വന്ന വിഷയങ്ങളൊക്കെ വന്നത്. മെയിനായിട്ട് ഇപ്പം നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പം അവർ നിങ്ങളുടെ മകളെ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാം. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് നിങ്ങൾ ഇന്റർവ്യൂവിനകത്ത് വന്നിരുന്നിട്ട് ഓരോന്ന് പറയുന്നതാണ് പ്രശ്നം. ഇനി അമൃതയുടെ സൈഡിൽ നിന്നൊരു വീഡിയോ വന്നിട്ടുണ്ട് ഇതിന്റെ ലീഗൽ സൈഡുകളൊക്കെ പറഞ്ഞുകൊണ്ട്. അതും ബാല പറഞ്ഞ ഒരു അലിഗേഷൻ കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ല എന്നാണ്. കുട്ടിയെ കാണിക്കുന്ന കാര്യത്തിലും ഈ എഗ്രിമെന്റിൽ തന്നെ, ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ തന്നെ കൃത്യമായ പറഞ്ഞിട്ടുണ്ട്.
അതിനകത്ത് പറഞ്ഞിരുന്നത് ഞാൻ വായിക്കാം. The permanent custody of the minor daughter Avantika shall be with the respondent up to the age of 18 years. Respondent എന്ന് പറയുന്നത് ഇവിടെ അമൃത സുരേഷ് ആണ്. പെറ്റീഷണർ എന്ന് പറയുന്നത് ബാലകുമാറാണ്. അതായത് ഇത് ഗാർഡിയൻ ഒപ്പിയിലാണ് ഈ കോംപ്രമൈസ് ഫയൽ ചെയ്തേക്കണം ഒരെണ്ണത്തിനകത്ത്. ഇതേ കോംപ്രമൈസ് തന്നെ മറ്റെല്ലാ ഇതിനകത്തും ഫയൽ ചെയ്തിട്ടുണ്ട്. എല്ലാ കേസുകളിലും ഒരു ഗാർഡിയൻ ഒപ്പി ഉണ്ടായിരുന്നു, ഒരു ഡിവോഴ്സ് ഉണ്ടായിരുന്നു, ഒരു റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു, കോമ്പൻസേഷൻ കൊടുക്കാനുണ്ടായിരുന്നു, പിന്നെ ഒരു മെയിൻ്റനൻസ്, അതായത് ജീവനാംശം കൊടുക്കാനുണ്ട്. ഈ കേസ് എല്ലാം പിൻവലിച്ചുകൊണ്ടാണ് ഇതിന്റെ അകത്ത് ഈ കോംപ്രമൈസ് എൻട്രി ചെയ്തതും ഈ കോംപ്രമൈസ് പ്രകാരം ആക്ട് ചെയ്യേണ്ടിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരും തമ്മിൽ മ്യൂച്വൽ കൺസെന്റ്, അതായത് പരസ്പര സമ്മതത്തോടുകൂടി വിവാഹമോചനം നേടിയത്. ആ കോംപ്രമൈസ് പെറ്റീഷനിലെ മൂന്നാമത്തെ പേര പറയുന്നത് ദ പെർമനന്റ് കസ്റ്റഡി ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക shall be with the respondent up to the age of 18 years and the respondent will give education to the minor daughter Avantika. The petitioner will only have the right to visit and take the custody of the minor daughter Avantika only on every second Saturday of every month from 10 a.m. to 4 p.m. and for which the minor daughter Avantika shall be handed over and returned on the premises of the Honorable Family Court, Ernakulam. The respondent or her mother Laila Suresh shall produce and accept the child on all such second Saturdays at family court premises. The inconvenience of either of the parties should be intimated at least 48 hours prior to the scheduled time of handing over the minor daughter Avantika through phone. First party's numberum second partyയുടെ നമ്പറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ if not available through phone, through the email, that is arunachalampictures@gmail.com. ഇതാണ് ബാലയുടെ ജിമെയിൽ കോടതി കൊടുത്തിരുന്നത്. അതിനകത്ത് നിന്ന് അമൃതയുടെ ഇമെയിലോട്ട് ഇമെയിൽ അയക്കണം കാണാൻ വരുന്ന. ഇത് അമൃത srsh@gmail.com എന്നുള്ളതിലോട്ട് ഇമെയിൽ അയക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് പറയുന്ന അനുസരിച്ച് അവന്തികയുടെ കസ്റ്റഡി മുഴുവനായിട്ടും അമൃതയ്ക്കാണ് കൊടുത്തേക്കുന്നതെന്നും ഈ സെക്കൻഡ് സാറ്റർഡേ മാത്രം കാണാനുള്ള, ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒന്നും കാണാനായ ഈ മിസ്റ്റർ ബാല പറഞ്ഞതുമാതിരി അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സെക്കൻഡ് സാറ്റർഡേസ് മാത്രം കാണാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ടും അതും 10 മണി മുതൽ 1 മണി വരെ അല്ലേ, 10 മണി മുതൽ 4 മണി വരെ ഉള്ള സമയത്തിന് കോടതി വളപ്പിൽ കാണിക്കാനുള്ളത് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച് അമൃത ആദ്യ സെക്കൻഡ് സാറ്റർഡേ, ഈ ഡിഗ്രി ഉണ്ടായതിന്റെ ആദ്യ സെക്കൻഡ് സാറ്റർഡേ തന്നെ അമൃതയും അമൃതയുടെ അമ്മയും അവിടെ കുട്ടിയായിട്ട് ചെല്ലുകയും അവിടുത്തെ റെക്കോർഡുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ബാല അവിടെ എത്തിയിട്ടില്ലാത്തതാണ്. അങ്ങനെ എത്താത്ത സാഹചര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എത്താത്ത സാഹചര്യങ്ങളിൽ if the petitioner fails to receive the minor ward on the scheduled date without prior intimation at the same time the respondent brought the child at family court Ernakulam on the scheduled time, the petitioner will cease to visitorial right for the set month, and the petitioner should also intimate via phone, if not available through email, about his availability during the second Saturday of next month. Failing with, the respondent or her mother need not produce the child in court for the grant of custody as per the terms of this agreement during the next month. ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഈ കുട്ടിയെ കാണാനായിട്ട് ചെന്നിട്ടും അവര് ആ മാസം വന്നിട്ടില്ല, ബാല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാസത്തെ വിസിറ്റോറിയലായിട്ട് ഇല്ലാതാവുകയും അതേസമയം അടുത്ത മാസം വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഫോണിൽ വിളിച്ചറിയിക്കുകയോ ഇമെയിലിലൂടെയോ അമൃതയെ ഈ കാര്യങ്ങൾ അറിയിപ്പിക്കണമെന്നും അങ്ങനെ അറിയിപ്പിച്ചാൽ മാത്രമേ കാണാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ എന്നും അല്ലെങ്കിൽ അമൃത കുട്ടിയെ ചെല്ലേണ്ട കാര്യമില്ല എന്നുമാണ് കൃത്യമായിട്ട് ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അമൃതയുടെ ഈ വീഡിയോനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എപ്പോഴൊക്കെയാണ് കാണാൻ പറ്റേണ്ടത്, എപ്പോഴാണ് ഈ കൊച്ചിന് കാണാനായിട്ടുള്ള അവകാശം ഉള്ളത്, അതേപോലെ എപ്പോഴൊക്കെയാണ് കാണാൻ പാടില്ലാത്ത. അതൊക്കെ ഈ ഒരു കൊച്ചിന് പ്രായപൂർത്തിയാവുന്ന വരെ ഇതെല്ലാം ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെതിരെ ഇപ്പൊ ബാലയ്ക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ, ഇപ്പൊ ക്രിസ്മസിന് കാണണമെന്നോ അല്ലെങ്കിൽ വിഷുവിന് കാണണമെന്നോ ദീപാവലിക്ക് കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്ക് ലീഗലി പോയിട്ട് അതിനുള്ള ഒരു റൈറ്റ് എടുത്തിട്ട് വന്നിട്ടേ പുള്ളിക്ക് കാണാൻ പറ്റുള്ളൂ. കാര്യം ഇതൊക്കെ നിയമമാണ്. ഈ
നിയമത്തിന് മുമ്പിൽ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇമോഷൻസിന് അവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. കാര്യം നിയമം എന്ന് പറയുമ്പോൾ നിയമം ഇട്ട് തന്നെ ഇരിക്കും. ഇപ്പൊ ഇവർ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കാര്യം, ഒരു സമയത്ത് സെക്കൻഡ് സാറ്റർഡേ ഒരു ദിവസം ബാല വന്നില്ലെങ്കിൽ ആ ഒരു മാസത്തെ ഫുള്ള് ബാലയ്ക്ക് കാണാനായിട്ടുള്ള ഇത് പിന്നെ കട്ടാവും. പിന്നെ അടുത്ത മാസമേ ബാലയ്ക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സെക്കൻഡ് സാറ്റർഡേ ബാല പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു മാസത്തെ ബാലയ്ക്ക് കട്ടാവാനായിട്ടുള്ള ആ ഒരു നിയമം അങ്ങനെയാണ്. അതിപ്പോൾ നിങ്ങൾ അച്ഛനാണെന്ന് പറഞ്ഞാലും ആരാണെന്ന് പറഞ്ഞാലും നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. നിങ്ങൾക്ക് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് പോകാല. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് നിങ്ങൾ ഈ ഒരു മറ്റേ ഇന്റർവ്യൂവും അതേപോലെ ഈ പബ്ലിക്കായിട്ട് ഈ മീഡിയ വരുമ്പോഴേക്ക് അവരുടെ അടുത്തൊക്കെ നിങ്ങളുടെ മകൾ അങ്ങനെയാണ്, അതേപോലെ ഇപ്പൊ ഇവരെ പറ്റിയുള്ള ഒരു ഊഹാപോഹങ്ങളും ഇപ്പൊ അവർ ബാല വിളിച്ചു പറയാനായിട്ടായിരുന്നു. ഇപ്പൊ ബാലയ്ക്കെതിരെ മറ്റേ പോക്സോ കേസ് കൊടുത്തെന്ന്, മകളെ പീഡിപ്പിച്ചു എന്നുള്ള രീതിക്ക് ബാലയ്ക്കെതിരെ പോക്സോ കേസ് കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും നടന്നിട്ടില്ല എന്ന് ഈ അമൃതയുടെ വീഡിയോനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കാര്യം അങ്ങനെ ഒരു സാധനം ലീഗലി കാണുന്നില്ല, അങ്ങനെ ഒരു കേസ് കൊടുത്തതോ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സാധനവും കാണുന്നില്ല. ഈ ബാല വന്നിരുന്നിട്ട് ഈ ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെയൊന്ന് വിളിച്ചു പറയൽ നിർത്തിയിട്ട് ബാലയുടെ കയ്യിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ ഡീൽ ചെയ്യണമെങ്കിൽ ഇത് കുറച്ചും കൂടെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ബാലയുടെ ഭാഗത്തുനിന്ന് വരും. അല്ലെങ്കിൽ ഇങ്ങനെ ബാല ഓരോ ഊഹാപോഹങ്ങൾ വിളിച്ചു പറയണ പോലെ ഇരിക്കും. ഇപ്പൊ ബാല ദയവ് ചെയ്ത് ഈ ഒരു പരിപാടി ഒന്ന് നിർത്തി. ഇങ്ങനെ ഇന്റർവ്യൂവിനകത്ത് വന്നിരുന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉള്ള പ്രശ്നം പിന്നെ പോട്ടെ, നിങ്ങളുടെ മകൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ മകൾ എന്തോരം അനുഭവിക്കേണ്ടി വരുമെന്ന് നിങ്ങളൊന്ന് ദൈവത്തെ ഓർത്തൊന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ഈ വക ഡയലോഗുകളൊക്കെ അടിക്കും ഇന്റർവ്യൂവിനകത്ത് ഇരുന്ന്. അപ്പൊ ഈ ഒരു അമൃതയുടെ വീഡിയോനകത്ത് കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഓരോ സംഭവങ്ങൾ എന്നൊക്കെ. ഈ ബാല എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുള്ള ഈ മനുഷ്യന്റെ കാര്യം. അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.